വെൽക്കം ടു തൃശ്ശൂർ ഹോംസ്. തൃശ്ശൂർ ഹോംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തൃശ്ശൂർ ഹോംസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന വീട് തൃശ്ശൂരിന്റെ കോലഴി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരു 6 കിലോമീറ്റർ മാത്രം തൃശ്ശൂർ റൗണ്ടിലേക്ക് ഉള്ള സ്ഥലത്താണ് ഇത് നിൽക്കുന്നത്. 6 സെന്റ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റിന് താഴെ ആണ് ഈ വീട് പണിതിരിക്കുന്നത്. 4 ബെഡ്റൂമാണ്. 2 വണ്ടികൾ പാർക്ക് ചെയ്യാം. ഫ്രണ്ടിലായി തന്നെ കിണറുണ്ട്. ഇതിന് ഉടമ ചോദിക്കുന്ന വില 1,10,00,000 രൂപയാണ്. അത്യാവശ്യം നല്ല ഇന്റീരിയർ വർക്കുകളൊക്കെ ചെയ്ത് വളരെ മനോഹരമായി പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു വീട് തന്നെയാണ്. മെയിൻ റോഡിൽ നിന്ന് തൃശ്ശൂർ ഷൊർണൂർ റോഡിൽ നിന്ന് ഒരു 500 മീറ്റർ മാത്രം അകലെയാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ കൂടിയാണ് ഈ വീട് നിൽക്കുന്നത്. ഫ്ലഡ് ഇഷ്യൂസ് ഇല്ലാത്തൊരു മേഖലയിലും വെള്ളത്തിന് സ്കേഴ്സിറ്റി ഇല്ലാത്തൊരു സ്ഥലത്തുമാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ താല്പര്യമുള്ളവരോ വാങ്ങാനോ താല്പര്യമുള്ളവർ തൃശ്ശൂർ ഹോംസുമായി ബന്ധപ്പെടുക. 2 ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ എൻട്രൻസ് ഗേറ്റ് ആയിട്ട് ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു കാർ പോർച്ച് ഉണ്ട് വീടിന്റെ കാർ പോർച്ച് ഉണ്ട്. വളരെ വിശാലമായ സെറ്റ് ഔട്ട്. വീടിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ അത്യാവശ്യം നല്ല സ്പേസുകളുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു എൽ ഷേപ്പിലുള്ള സിറ്റ് ഔട്ടാണിത്. അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കാർ പോർച്ചും കൊടുത്തിരിക്കുന്നത്. ആ മുക്കിലായിട്ടാണ് കിണറും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വീടിന്റെ ഫ്രണ്ടിൽ വരുന്ന സ്ഥലങ്ങളാണ് നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇനി കുറച്ച് പണികളും കൂടി ബാക്കിയുള്ളൂ. ഒരു മാസം അല്ലെങ്കിൽ മാക്സിമം 1.5 മാസത്തിനുള്ളിൽ ആ പണികളെല്ലാം ഫ്രണ്ടിലെ ബ്രിക്സ് വിരിച്ച് ഫുൾ ക്ലീൻ ചെയ്ത് ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന ഒരു പരിപാടി മാത്രമേ ഇനി പെൻഡിങ്ങിലുള്ളൂ. എല്ലാം തേക്കിന്റെ മരങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കട്ടള ജനലുകളെല്ലാം തേക്കിന്റെയാണ്, വുഡൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് സിറ്റ് ഔട്ടിൽ നിന്ന് നമുക്ക് നേരെ കയറി ചെല്ലുന്നത് സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലിവിങ് ഏരിയയിലാണ്. നമുക്കൊന്ന് കാണാം. ലിവിങ് ഏരിയയിൽ നേരെ നമ്മൾ നോക്കുന്നതിന് TV യൂണിറ്റ്സിലേക്കാണ്. ഡോർ തുറന്നാൽ തന്നെ നമുക്ക് കിട്ടുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലിവിങ് ഏരിയ. അതിൽ തന്നെ LED ലൈറ്റുകളും ഫാൾ സീലിംഗ് വർക്കുകളൊക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടുള്ളൊരു ഫാൾ സീലിംഗ് ആൻഡ് LED ഡിസൈൻസും കൊടുത്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ കൂടെ LED ലൈറ്റുകളായിട്ടും കൊടുത്തിട്ടുണ്ട്. 2 സൈഡിൽ വിൻഡോസും കൊടുത്തിട്ടുള്ളതുകൊണ്ട് കാർ പോർച്ചിലേക്ക് ഒരു ലുക്ക് നോട്ടം കിട്ടുന്നതിനുള്ള അവിടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ളൊരു പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു വീട് തന്നെയാണ് ഇതുള്ളത് കേട്ടോ. നല്ല സ്പേഷ്യസ് ആണ് എല്ലാം. നിങ്ങൾക്ക് വന്ന് കണ്ടാൽ തന്നെ കൂടുതൽ അറിയുള്ളൂ. വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടി വളരെ സ്പേഷ്യസ് ആയിട്ടാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഈ ലിവിങ് ഏരിയയിൽ നിന്നാണ് റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെഡ്റൂം. അവിടെയാണ് ഒരു ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. സ്റ്റെയറിന്റെ താഴെ നമുക്ക് അയൺ ചെയ്യാനും അങ്ങനെയുള്ള ഒരു സ്റ്റഡി ടേബിൾ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഒരു ബെഡ്റൂം. ഈ സൈഡ് ആയിട്ട് വരും. നമുക്ക് ആ ബെഡ്റൂം വേണമെങ്കിൽ ഒന്ന് കാണാം. തേക്കിന്റെ ഡോറുകളൊക്കെയാണ്. അതാണ് എടുത്ത് കാണിക്കുന്നതിന് വേണ്ടി ഞാൻ ഒന്ന് ചാരി വെച്ചത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകൾ തന്നെയാണ്. ഇവിടെയും 2 വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഫാൾ സീലിംഗ് വർക്കുകളും സിമ്പിൾ ആയിട്ടുള്ള ഫാൾ സീലിംഗ് LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് അതും മനോഹരമായിട്ടുണ്ട്. കബോർഡ് വർക്കുകൾ മൾട്ടിവുഡിന്റെ, അതായത് PVCയുടെ കബോർഡ് വർക്കുകളും ചെയ്തു വെച്ചിട്ടുണ്ട്. അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം. 4 ബെഡ്റൂമുകളാണ് ഉള്ളത്. അത് 4ഉം അറ്റാച്ച്ഡ് ആണ്. മൾട്ടിവുഡ്, നമ്മൾ PVC എന്ന് പറയുന്ന മൾട്ടിവുഡിന്റെ ഫ്രെയിമിലാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ബാത്റൂമിൽ കൊടുത്തത്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബാത്റൂം ഫിറ്റിംഗ്സുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സെറഡ് ഐറ്റംസ് ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒന്ന് സൂം ചെയ്തത്. അപ്പൊ ഇതാണ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലെ 2 ബെഡ്റൂമിനെ കുറിച്ച് പറയുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ്. അപ്സ്റ്റേഴ്സിൽ 2 ബെഡ്റൂമായിട്ടാണ് ഇത് വരുന്നത്. ഇനി നമുക്ക് നേരെ ലിവിങ് ഏരിയയിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡൈനിങ് ആണ് ഒന്നുള്ളത്. അപ്പൊ ഡൈനിങ് ഹാളാണ് അത് കാണുന്നത്. ഫാൾ സീലിംഗ് വർക്കുകളൊക്കെ നിങ്ങൾക്ക് കാണാം. അവിടെയും മനോഹരമായിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് ഹാൾ തന്നെയാണത്. അതിൽ ഒരു സംതിങ് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫാൾ സീലിംഗ് വർക്ക്, LED ലൈറ്റുകളെല്ലാം കൊടുത്ത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറൊക്കെ ഓപ്പൺ കിച്ചൺ മോഡലിലാണ് കിച്ചണും സെറ്റ് ചെയ്തിരിക്കുന്നത്. കബോർഡ് വർക്കുകളും ഈ സൈഡിലായിട്ട് നമുക്ക് TV യൂണിറ്റ്സിന്റെ ബാക്കിൽ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് പോലെ തന്നെയാണുള്ളത്. ഇവിടെ വാഷ് ബേസിൻസ് ഉണ്ട്. മനോഹരമായിട്ടുള്ളൊരു വാഷ് ബേസിൻ തന്നെയാണ്. അത് എടുത്ത് മാറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അതൊന്നും എടുക്കാതിരുന്നത്.
ഉണ്ട്. അവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് നമുക്ക് കവർ ചെയ്ത് കഴിഞ്ഞാൽ ക്രോക്കറി ഐറ്റംസ് ഒക്കെ വെക്കാവുന്ന അതൊരു മൾട്ടി യൂസ് ആയിട്ട് തന്നെ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ കുറച്ച് ലൈറ്റുകളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചൺ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കബോർഡ് വർക്കുകളും കഴിഞ്ഞ് ഇലക്ട്രിക് ചിമ്മിനി എല്ലാം വെച്ചിട്ടുണ്ട്. അവിടെയും ഫാൾ സീലിംഗ് വർക്കുകളും ഫാനുള്ള പ്രൊവിഷൻസും LED ലൈറ്റുകളും സ്ട്രിപ്പ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചൺ തന്നെയാണത്. സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ തന്നെയാണിത്. അത് ആ കാര്യങ്ങളെല്ലാം അതിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ചിമ്മിനിയാണ്. അപ്പോഴേ നമുക്ക് ഇവിടെ വർക്ക് ഏരിയ ഒന്ന് കാണാം. വർക്ക് ഏരിയ അതിൽ കൂടെ ഒരു കോമൺ ടോയ്ലറ്റും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം മൊത്തം 5 ടോയ്ലറ്റാണ് മൊത്തമായിട്ടുള്ളത്. തേക്കിന്റെ ഡോറുകളാണ് എല്ലാ ഭാഗത്തും വെച്ചിരിക്കുന്നത്, ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നല്ലോ. ഓക്കെ, ഇതാണ് നമുക്കൊരു വർക്ക് ഏരിയ. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വർക്ക് ഏരിയ ആണ്. പിന്നെ അതുകൂടാതെ നമുക്ക് കുറച്ച് ഇവിടെ ഒരു ഗ്രില്ല്, നമുക്ക് പുറമേക്ക് ഇറങ്ങാനുള്ളതാണ് ഗ്രില്ലുള്ളത്. ഇത് നമുക്ക് കോമൺ ടോയ്ലറ്റ് ആയിട്ടുള്ള ഈ കോമൺ ടോയ്ലറ്റും ഉണ്ട്. കോമൺ ടോയ്ലറ്റ് നമുക്ക് ഇനി പുറത്തേക്കൊന്ന് കാണിച്ചു തരാം. ബാക്ക് സൈഡിൽ ലാൻഡിന്റെ ബാക്ക് സൈഡിലും അത്യാവശ്യം നമുക്ക് പെരുമാറാനുള്ള സ്ഥല സൗകര്യങ്ങളും ബാക്കിലായിട്ടും ഉണ്ട്. ഇതാണ് ബാക്ക് സൈഡിലുള്ള സ്ഥലം. അപ്പോൾ കാരണം 6 സെന്റ് സ്ഥലത്ത് മാക്സിമം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ലാൻഡ് നമുക്ക് കിട്ടാനും ഫ്രണ്ടിലായാലും ബാക്കിലായാലും സ്പേസ് പ്രൊവൈഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാണാനുള്ള സെക്കൻഡ് ബെഡ്റൂം. സെക്കൻഡ് ബെഡ്റൂമിന്റെ എൻട്രൻസ് വരുന്നത് നമുക്ക് ഈ ഡൈനിങ് ഹാളിൽ നിന്നാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഇത് 3 ഫേസ് കണക്ഷനും കൂടിയാണ്. അതും കൂടി ഒന്ന് കാണിച്ചു തരാം. 3 ഫേസ് കണക്ഷൻ കൂടിയാണ്. അപ്പോൾ സെക്കൻഡ് ബെഡ്റൂമിന്റെ എൻട്രൻസ് ആണിത്. ഡോറ് ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് തേക്കിന്റെ ഇതിലാണ്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള തന്നെ ബെഡ്റൂം തന്നെയാണ്. ഇതാണ് സെക്കൻഡ് ബെഡ്റൂം. ഇവിടെയും 2 സൈഡിലും വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്കുകളും ചെറിയ സ്ട്രിപ്പ് ലൈറ്റുകളൊക്കെ അതിലും കൊടുത്ത് സിമ്പിളായിട്ട് തന്നെ കൊടുത്ത് ഭംഗിയായിട്ടുണ്ട്. കബോർഡ് വർക്കുകളുണ്ട്. അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റും ഇതിലുണ്ട്. ഇതാണ് സെക്കൻഡ് ബെഡ്റൂമിനെ കുറിച്ചും കൂടി പറയുകയാണെങ്കിലും ഉള്ളത്. അത്യാവശ്യം സ്പേഷ്യസ് തന്നെയാണ് എല്ലാം. ഇതാണ് ബാത്റൂം ആയിട്ട് വരുന്നത്. വാൾ മൗണ്ടഡ് ക്ലോസറ്റ്സുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡിഫറെന്റ് പാറ്റേൺസിലാണ് നമുക്ക് ടൈലുകളൊക്കെ ബാത്റൂം ടൈലുകൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് നമുക്ക് പോകാനുള്ളത് കേട്ടോ. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോവാം. അത്യാവശ്യം ലൈറ്റുകളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുകളിലും നമുക്ക് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയയും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നേരെ ഡബിൾ ഹൈറ്റിലുള്ള സ്റ്റെയറിന്റെ ഡബിൾ ഹൈറ്റിനും അവിടെ ഒരു ഫാൾ സീലിംഗ് വർക്കുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഡീപ്പ് ക്ലീനിങ് ഉണ്ട്. പണി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെയിന്റിങ്ങിന്റെ ഒരു അവസാന ഘട്ടത്തിൽ. സ്പേഷ്യസ് ആയിട്ടുള്ളൊരു അപ്പർ ലിവിങ് ഏരിയ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവിടെയും ഫാൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെയാണ് ബാൽക്കണിയിലേക്കും ഓപ്പൺ ടെറസിലേക്കുള്ള എൻട്രൻസും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നേരെ നമുക്ക് 2 ബെഡ്റൂമുകളും ഇവിടെയുണ്ട്. അതൊരു ഡിസൈനായിട്ട് കൊടുത്തിരിക്കുന്ന നടുവിലൂടെ ഒരു ലേസർ കട്ടിങ് ചെയ്തിട്ടുള്ള ഒരു പ്രൊവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണത്. 2 ഫാനിനുള്ള പ്രൊവിഷൻസും അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി 2 സൈഡുകളിലായിട്ടാണ് 2 ബെഡ്റൂമുകൾ ഇതിലുള്ളത്. നമുക്കൊരു ബെഡ്റൂം ഒന്ന് കാണാം. താഴത്തെ ബെഡ്റൂമിന്റെ സൈസ് തന്നെയാണ്. സ്പേഷ്യസ് ആയിട്ടുള്ള സൈസ്. 2 വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫാൾ സീലിംഗ് വർക്കുകൾ, LED ലൈറ്റുകളും സ്ട്രിപ്പ് ലൈറ്റുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. കബോർഡ് വർക്കുകളും ചെയ്തു വെച്ചിട്ടുണ്ട്. അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം. എല്ലാത്തിലും ഞാൻ പറഞ്ഞില്ല, മൗണ്ട് ക്ലോസറ്റ്സ് എല്ലാം കൊടുത്തിരിക്കുന്നതും എല്ലാം സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സുകളായാലും ടൈലുകൾ മാത്രമാണ് ഓരോ ബാത്റൂമിലും ഡിഫറെന്റ് കളേഴ്സ് ചൂസ് ചെയ്തിട്ടുള്ള ഇതുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമാണ് ഇനി നമുക്ക് കാണാനുള്ളത്. കബോർഡുകളൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട് ബാത്റൂമിന്റെ ആ സൈഡിലേക്ക് തന്നെ. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മിറർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം നേരെ പോയി കാണുന്നതാണ്. അതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഉള്ളത്. രണ്ട് വിൻഡോസ്, ഡ്രസ്സിംഗ് ടേബിള്, കബോർഡ് വർക്കുകൾ, ഫാൾ സീലിംഗ് വർക്ക് ഒക്കെ സിമ്പിൾ ആയിട്ടുള്ള ഫാൾ സീലിംഗ് വർക്ക്. അതുകൊണ്ട് വളരെ ഭംഗിയുണ്ട്, നമുക്ക് കാണാനും നല്ല ഭംഗിയുണ്ട്. വളരെ സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലൊരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമും കൂടി ഉണ്ടാവും. അപ്പൊ ഇതാണ് ഈ വീട്, കൊലയിലുള്ള ഈ വീടിനെ കുറിച്ചുള്ളത്. ഇത് വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തൃശ്ശൂർ ഹോംസിന്റെ മുകളിലെ നമ്പറുമായി ബന്ധപ്പെടാൻ മറക്കരുത്. കബോർഡ് വർക്കുകൾ ഒക്കെ നേരത്തെയും കാണിച്ചിരുന്നു. വന്ന് കാണുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, കുറച്ചും കൂടി ഭംഗി, അട്രാക്ഷനും നിങ്ങൾക്ക് എല്ലാം ചെക്ക് ചെയ്യാനും പറ്റുന്നത് വീഡിയോക്കിനെ കാട്ടി വന്ന് കാണുമ്പോഴാണ്. ആ സൈഡിലായിട്ടാണ് നമുക്ക് അതിൻ്റെ ഒരു ബാത്റൂമും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ലൈറ്റ് ഒക്കെ ഇട്ട് കളർഫുൾ ആയിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ്. നല്ല കളർ കോമ്പിനേഷനും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാണാനുള്ളത് ഓപ്പൺ ടെറസും ബാൽക്കണിയാണ്. ഇത് രണ്ടും മാത്രമേ ഇനി നമുക്ക് ഇതിൽ കാണാനുള്ളൂ. അത് ഓപ്പൺ ടെറസാണ്. വളരെ സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഇനി റൂമുകളോ വല്ലതും വേണമെങ്കിലോ അല്ലെങ്കിൽ ഗ്രില്ല് അടിച്ചിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അവിടുന്ന് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് നമുക്ക് വാഷിംഗ് മെഷീനുള്ള പ്രൊവിഷൻസും ഇവിടെയും കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പൺ ബാൽക്കണി ഒന്നാണ്. അതിപ്പോൾ ഓപ്പൺ ടെറസാണ് ഇത് കണ്ടിരിക്കുന്നത്. ബാൽക്കണി ഒന്ന് കാണിച്ചു തരാം. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് നിൽക്കുന്നത്. കുറച്ചും കൂടി കൂടുതൽ വീടുകളുടെ പരിസരത്തൊക്കെ വരുന്നതാണ്. ഓക്കെ, ടാർ റോഡ് ഫ്രണ്ടേജ് ആണ്. ഇതിന്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു വീടും പണി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പുറത്തൊക്കെ പ്ലോട്ടുകളൊക്കെ ഓൾറെഡി ഒക്യുപ്പൈഡ് ആണ്. ഇതാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ.